ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ പൈലറ്റ് എക്സ്പ്ലോറേറ്റർ എന്ന് പറഞ്ഞ ഒരു കാരവാൻ ആണ്. ഒരു ഫുള്ളി ബിൽഡ് ആയിട്ട് വരുന്ന കാരവാൻ ആണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാരവാൻ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2013 മോഡല് മെഴ്സിഡീസ് ബെൻസ് എക്സ്പ്ലോറേറ്റർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു ഫുള്ളി ബിൽഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഓൺ ബിൽഡ് ആയിട്ട് വരുന്ന ഒരു കാരവാൻ ആണ്. സത്യം ഒരു ക്യാമ്പർ വാൻ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന കാരവാനിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാസി ബിൽഡ് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കാരവാൻ ബിൽഡ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെന്റ് വരുന്ന സമയത്ത് ഇതൊരു ഫുള്ളി ബിൽഡ് ആയിട്ട് വരുന്ന, നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ ഫുള്ളി ബിൽഡ് ആയിട്ട് വരുന്ന ഒരു കാരവാൻ ആണെന്ന്. കാരണം ഇത് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കോമൺ ആണ്, പക്ഷെ നമ്മളെ നാട്ടിൽ ഭയങ്കര റയറായിട്ട് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വണ്ടി കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മെഴ്സിഡീസ് ബെൻസ് ആണ്. ഇതിന്റെ ബ്രാൻഡ് മെഴ്സിഡീസ് ബെൻസ് ആണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ലാത്ത സൗകര്യങ്ങളില്ല എന്ന് പറയാം. ഇഷ്ടം പോലെ പല രീതിയിലുള്ള ആഡംബര സൗകര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒരുക്കിയിട്ടില്ലെന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ നോക്കാനുള്ളത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ക്യൂട്ട് ഫേസ് ആണ്. പക്ഷെ ഇത് ഒരിക്കലും ക്യൂട്ട് ഫേസ് ആയിട്ടല്ല വരുന്നത്, ഭയങ്കര ബോക്സി ആയിട്ടാണ് ഇത് കാണുന്നത്. കാരണം നമുക്ക് ബാക്ക് പോർഷനൊക്കെ നോക്കേണ്ടത് ഭയങ്കര ബോക്സിയാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ചെറിയ വാഹനമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ ഒരിക്കലും ചെറിയ വാഹനമല്ല. ഇത് ഇന്റീരിയറായിട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് പോകുമ്പോഴാണ് ഇതിന്റെ ഒരു ലെങ്ത് ആൻഡ് ഇതിന്റെ ഇന്റീരിയറിലെ സ്പേസ് ഒക്കെ കാണാൻ പറ്റുന്നത് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ഇന്റർനാഷണൽ മോഡലാണ്. നമ്മളെ ഐ തിങ്ക് ഇത് ഇമ്പോർട്ടഡ് വാഹനമാണ്. കാരണം നമ്മളെ നാട്ടിൽ നമുക്ക് ഈ വണ്ടി പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വണ്ടിയേ ഇല്ല എന്ന് പറയാം, പിന്നല്ലേ പ്രൊഡക്ഷന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര റയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അതും മെഴ്സിഡീസിന്റെ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ കംഫർട്ട് എടുത്ത് പറയുന്നതാണ്. ട്രാവൽ കംഫർട്ട് ഭയങ്കരമാണെന്ന് പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഉള്ളിലായിട്ട് യാതൊരു വിധ ജെർക്കിങ്ങോ വൈബ്രേഷനോ കാര്യമൊന്നും വരാത്ത രീതിയിലുള്ള അത്ര സ്മൂത്തി ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പറയാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ മെഴ്സിഡീസിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ലോഗോ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്രോമിയം പ്ലേറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലോറേറ്റർ എന്നുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പും അതേമാതിരി ഒരു ഹാലജനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്റർനാഷണൽ മോഡൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഫുള്ളി ഇതായിട്ട് വരുന്ന ഒരു ഹെഡ് ലാമ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു മോഡലിൽ നമുക്ക് ചെറിയ പ്രൊജക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ താഴത്തെ നമുക്കൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫ്രണ്ടിലൊക്കെ പോർഷൻസ് ഒക്കെ നോക്കണം, ഭയങ്കര എയർ പാസേജിങ് കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക്. അപ്പൊ അതിന്റെ മെയിൻ ഗ്ലാസ് നോക്കുക ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു മെയിൻ ഗ്ലാസ് ആണ്. കാരണം വെച്ചാൽ അത്രയും വിസിബിലിറ്റി എടുക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. അതേപോലെ നമുക്ക് മാലറ്റ് നോക്കാൻ നമുക്ക് ഇവിടെ പൈലറ്റ് എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലായിട്ട് വരാണെങ്കിൽ ഒരു പക്ക, ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ വാഹനമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ ഒരിക്കലും ഇത് ചെറിയ വാഹനമല്ല. കാരണം വെച്ചാൽ ബാക്കിലായിട്ട് വരുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ കറക്റ്റ് ആ ഒരു മെഷർമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പറയാം. കാരണം വെച്ചാൽ ഭയങ്കര ബിഗ് സൈസ് ആണ്. ഞാൻ പറഞ്ഞു ആ ഒരു ഇന്റീരിയർ സ്പേസസ് ഭയങ്കര തന്നെയാണെന്ന് പറയാം. ഭയങ്കര സ്പേസ് ആണ് നമുക്ക് ഇന്റീരിയറിൽ പോകുമ്പോൾ. ഞാൻ ഇന്ത്യയിൽ പോകുമ്പോൾ പരിചയപ്പെടുത്തരാം. അതിന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വരാണെങ്കിൽ ഇതിന്റെ ഷാസി ചെറുതും ബോഡി ഭയങ്കര വലുതായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ ടയറും ഉള്ളിലോട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഭയങ്കര ബോഡി ഭയങ്കര വൈഡ് ആയിട്ടുള്ള ബോഡിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പറയാം. ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടാണ് യാത്ര ചെയ്യാൻ. കാരണം സസ്പെൻഷന് കാരണം വെച്ചാൽ ഇതിൽ എയർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. കാരണം ബെൻസിന്റെ ആകുമ്പോൾ മെഴ്സിഡീസിന്റെ ആകുമ്പോൾ നമുക്ക് പറയാലോ സസ്പെൻഷനൊക്കെ എടുത്തു വരാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ എയർ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പറയാം. പിന്നെ സൈഡിലായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീൽസിലേട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രോമിയം പ്ലേറ്റിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്റർനാഷണൽ മോഡലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് രീതിയിലും. പിന്നെ സൈഡ് മിറേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. നമുക്ക് ഇന്റീരിയറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഡോർ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ഇതിന്റെ ഡോർ വന്നിട്ടില്ല. അത് ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സൈഡിലായിട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഡീസൽ ഫ്യൂൽ ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ആ ക്യാപ്പിൽ പോലെ മെഴ്സിഡീസിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കണ്ടല്ലോ, നമുക്ക് പവർ ഔട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ വണ്ടി ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയിലിട്ട് കറണ്ട് കൊടുക്കണ്ടേ, അപ്പൊ ആ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയിൽ ജനറേറ്റർ വരുന്നുണ്ട്. ഇനി അഥവാ ഇൻ കേസ് ആ ജനറേറ്റർ വർക്ക് ചെയ്യാത്ത സമയം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പവർ ഔട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പവർ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആ ഒരു ലൈന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് വരണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഈ സൈഡിലായിട്ടൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത്. ഒരു 70 കിലോളം നമുക്ക് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കാണാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യാം.
സൈഡിലായിട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഗ്ലാസ് കാണാൻ പറ്റും. ഇത് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ഈ ഒരു സംഭവം. പക്ഷെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്ത് നമുക്ക് ഗ്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും വണ്ടി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് കൊതുകിന്റെ ശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള നമുക്ക് മോസ്കിറ്റോ ഗാർഡ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയറിലേക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സ് നമുക്കിത് 6 വീൽ വണ്ടിയാണ്. കാണിച്ചാൽ ബാക്കിൽ നമുക്ക് രണ്ടുമായിട്ടാണ് ടയേഴ്സ് വന്നിട്ടുള്ളത്. 4 വീൽ മോഡലും വന്നിട്ടുണ്ട്, അതേമാതിരി 6 വീലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 വീലാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് പറയാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ സസ്പെൻഷൻ എയർ സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എയർ സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ വലിയ 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് നമുക്ക് ഇതിന്റെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതിന്റെ മോട്ടറാണ് കേരളം വന്നിട്ടുള്ളത്. അത് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. കാരണം ഇത് മോട്ടർ വർക്കിംഗ് ആണ്, ഇപ്പോൾ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പൈപ്പ് വഴിയാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം, നമ്മളെ ഈ വണ്ടിയിലേക്ക് വേണ്ട വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്. ഈ ഒരു 2 പൈപ്പ് വഴിയാണ് നമുക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു വണ്ടിയുടെ കറക്റ്റ് മെഷർമെന്റ് എന്താ നമുക്ക് ബാക്കിലായിട്ട് വരുമ്പോഴാണ് മനസ്സിലാവുക. ഫ്രണ്ടിൽ നിന്ന് കണ്ട പോലെയല്ല, എൻ്റെ ഡിഫറെന്റ് ആണ്. പിന്നെ ബോഡി ക്വാളിറ്റി ഒക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം നമ്മൾ പല കാരവാൻസും കാണുന്ന പല രീതിയിലുള്ള കാരവാൻസും കാണുന്നതാണ്. പക്ഷെ അതുപോലെ ഒന്നും ആവില്ല നമുക്ക് ഈ ഒരു വണ്ടി പറഞ്ഞാൽ. കാരണം ഇത് മെർസിഡീസിന്റെ ഓൺ ബിൽഡ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ക്വാളിറ്റി എന്തായാലും ഈ ഒരു വണ്ടിയിൽ കാണുമെന്ന് പറയാം. അതേപോലെ തന്നെ ബാക്കിലായിട്ട് വരാണെങ്കിൽ നമ്മളെ അവിടെ മേലായിട്ട് നമുക്ക് ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് പൈലറ്റിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് വരാൻ ഒരു പ്ലെയിൻ ആണ്, ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. ടൈലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലാമ്പ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് നമുക്ക് നോർമൽ രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് റിഫ്ലക്ടർ പോർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 വിൻഡോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറേറ്റർ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. ഇന്റീരിയറിലേക്ക് ഇതിന്റെ സൗണ്ട് കാരണം ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല കേട്ടോ. കാരണം അത്രയും നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കമ്പനി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ജനറേറ്റർ ഇവിടെ വന്ന് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്റീരിയറിൽ നിന്ന് തന്നെ നമുക്ക് കീ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ജനറേറ്റർ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഇത് നമ്മളെ ബയോ ടോയ്ലറ്റിന്റെ വേസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടുന്ന് നമുക്ക് ടോയ്ലറ്റിന്റെ വേസ്റ്റ് കളക്ട് ചെയ്യാറ്. കാരണം ഇതിൽ ബയോ ടോയ്ലറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ വേസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാല് ആരും ട്രോളി പോലെ കിട്ടും. നമുക്ക് ഇവിടെ ഇതാക്കണം. അതേപോലെ നമുക്ക് പിന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മള് ലിറ്ററലി നമ്മള് ട്രോളി ഉപയോഗിക്കൂലേ, ആ സിസ്റ്റം തന്നെ ഇതിനും വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇവിടെയും ഡോറ് കാണാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞു ഡ്രൈവർ സൈഡിൽ നമുക്ക് ഡോർ വരുന്നുണ്ട്. ഇത് നമുക്ക് പാസഞ്ചേഴ്സിന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഡ്രൈവറിന് ഇവിടെ കയറാൻ നമുക്കൊരു ഡോർ വരുന്നില്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് കാണാൻ പറ്റും. ഈ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോസ് നോക്കുകയാണെങ്കിൽ മാനുവലി നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോസ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഡ്രൈവർ സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്യാസിന്റെ സിസ്റ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയുള്ള ഒരു പോർഷനാണ്. അതിന് നമുക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. നമുക്ക് ഇതേമാതിരി ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ സിസ്റ്റം എല്ലാം ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ ക്ലോസ് ചെയ്യാനും ഓൺ ചെയ്യാനും അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനും അതേപോലെ ഉള്ളിലേക്ക് ആക്കാനും നമുക്ക് ഇവിടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഇന്റീരിയർ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കയറാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കോ ഡ്രൈവറിന് ആ സൈഡിലൂടെയും കയറാൻ പറ്റും. 2 ഡോർസാണ് വരുന്നത്. കാരണം നമുക്ക് ഡ്രൈവറിന്റെ ഡോർ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിലേക്ക് കയറുന്നത് പറയാം. അപ്പൊ ഇതാണ് നമുക്ക് ഡ്രൈവർ കോക്പിറ്റ് വന്നിട്ടുള്ളത്. കാരണം ആ ഒരു മെർസിഡീസിന്റെ സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഡാഷ്ബോർഡാണ്. കുറെ സ്റ്റോറേജ് സ്പേസ് ആണ്. കാരണം ഇങ്ങനത്തെ വാഹനങ്ങളിൽ നമുക്ക് കാരവാൻ ആയിക്കോട്ടെ ക്യാമ്പർ വാൻ ആയിക്കോട്ടെ നമുക്ക് അധികം ആവശ്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ആണ്. കാരണം ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഈവൻ നമ്മളെ ഒരു സ്പീഡോമീറ്ററിന്റെ ബാക്കിൽ പോലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജ് കാണാൻ പറ്റും, ഇവിടെ സ്റ്റോറേജ്, പിന്നെ ഇവിടെ സ്റ്റോറേജ്, അതിന് ഇഷ്ടം പോലെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ഡ്രൈവർ കോക്പിറ്റ് എന്ന് പറയുന്നത്. ഒരു 4 സ്പോക്ക് സ്റ്റീറിംഗ് വീലോട് കൂടിയിട്ട് നമ്മളെ നോർമലി ഈ ക്ലാസ്സിലൊക്കെ കണ്ടുന്നുള്ള ആ ഒരു സ്റ്റീറിംഗ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൺട്രോളിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ക്ലസ്റ്ററിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അനലോഗ് ക്ലസ്റ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലസ്റ്ററിൽ നമുക്ക് 180 ആണ് മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. 180 നമുക്ക് ഈ വാഹനം പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊരു ബോഡി റോളുള്ള വാഹനമാണ്. അപ്പൊ നമുക്ക് അത്ര ഒന്നും സ്പീഡിൽ പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് RPM ഗേജ് കാണാൻ പറ്റും. അതേമാതിരി ഫ്യൂവലിന്റെ ഗേജ് ആണ് വന്നിട്ടുള്ളത്.
പിന്നെ ഇവിടെ സെൻട്രലിൽ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കണക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ സെൻട്രൽ കൺസോളായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പൈനിയറിന്റെ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ എസിയുടെ കൺട്രോൾ. ഇത് ഫ്രണ്ടിലെ എസിയുടെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് റിയറിലും നമുക്ക് എസിയുടെ കൺട്രോൾ സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്കൊരു സെൻട്രലൈസ്ഡ് എസിയും കൂടി സെപ്പറേറ്റ്ലി വന്നിട്ടുണ്ട് എന്ന് പറയാം. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ഡീസൽ വാഹനമാണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഈ വാഹനം വന്നിട്ടുള്ളത് പറയാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ ഇവിടെ റിമോട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് വണ്ടിയുടെ എയർ സസ്പെൻഷൻ സംഭവം വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് താക്കാന് അതേമാതിരി ഫ്രണ്ട് പൊക്കാന് നമുക്ക് ഇതാക്കണ്ട. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ എയർ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് കാരണം ഇതൊരു ക്യാമ്പിംഗ് വാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ പല ടെറയിൽ നമുക്ക് ഈ വണ്ടി ഓടേണ്ടി വരും. ചിലപ്പോൾ നല്ല ഇല്ലായിട്ടുള്ള ഏരിയയിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് വണ്ടി ഹൈറ്റ് പൊക്കാനും താഴ്ത്താനുള്ള ഒരു ഓപ്ഷനാണ് ഈ റിമോട്ടിൽ കൊടുത്തിട്ടുള്ളത്. റിമോട്ട് കൺട്രോൾഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ 2 സീറ്റ് നമുക്ക് 360 കറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ നമുക്ക് 2 മിററിന്റെ കൺട്രോൾസ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൗണ്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ സ്പീക്കേഴ്സ്, ലൈറ്റ് ഇവിടെ കണ്ട നമുക്ക് ഓൺ ചെയ്താൽ ലൈറ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൈനിങ് ഏരിയ എന്ന് പറയാം. കിച്ചൺ ബാക്കിലാണ് വരുന്നത്. അപ്പൊ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. അതേപോലെ നമുക്ക് ഇവിടെ പാസഞ്ചേഴ്സിന് ഇരിക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഡൈനിങ്ങിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ ഫ്രണ്ടിലായിട്ടും വേണ്ട സൈഡിലായിട്ടും ബാക്കിലായിട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചറാണ് നമുക്ക് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സിസ്റ്റം നമുക്കുള്ളത് പറയാം. അപ്പൊ പല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള ടാബിളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പേഴ്സണിന് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇവിടെ ഒരാൾക്ക് അങ്ങനെ, പിന്നെ ഇത് ഞാൻ പറഞ്ഞത് 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ഡൈനിങ് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിലുള്ള സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് പറയാം. അപ്പൊ ഇവിടെ നോക്കാൻ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അത് ഈ ഒരു ഇന്ത്യയിലെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓവൻ കാണാൻ പറ്റും. അതേപോലെ ഫ്രിഡ്ജ് കാണുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന്റെ ഇലക്ട്രിക്കൽ കൺട്രോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓവൻ നോക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഇതിന്റെ ഓവൻ സിസ്റ്റം വന്നിട്ടുള്ളത്. ഈ കാണുന്നത് വെറും ഒരു പോർഷൻ അല്ല, കാരണം ഇതൊരു ബെഡാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്യാം ദൂരം. എന്നിട്ട് ഇത് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഓക്കെ നമുക്ക് ബെഡ് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതേപോലെ ഇന്റീരിയറിൽ വേറെയും ബെഡ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ലൈറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. അവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കുഷനുള്ള ഒരു ബെഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വണ്ടിയുടെ ഇലക്ട്രിക്കൽ കൺട്രോൾ അങ്ങനത്തെ കൺട്രോൾസിന്റെ ഒരു ഏരിയ ആണ് വന്നിട്ടുള്ളത്. പാനലാണിത്. പിന്നെ ഇഷ്ടംപോലെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ ലൈറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സൺറൂഫ് പോർഷൻ വന്നിട്ടുണ്ട്. സൺറൂഫ് പറഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2 രീതിയിലുള്ള ഇതാണ് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇങ്ങനെ ഫുള്ളി ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കാം, നമ്മള് കണ്ടാ നമ്മളെ ഒരു മോസ്കിറ്റോ ഗാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ പല സ്ഥലത്തും ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് ഓപ്പൺ ചെയ്യും. അപ്പൊ നമുക്ക് കൊതുകിന്റെ ശല്യമൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ ഒരു മോസ്കിറ്റോ ഗാർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഇൻഡക്ഷൻ ഏരിയ വന്നിട്ടുള്ളത്. കാരണം കിച്ചൺ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് വരാം. ഇവിടെ നോക്കാൻ നമുക്കൊരു സോണിയുടെ ഒരു 13 ഇഞ്ച് TV കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. എന്നുവെച്ചാല് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹീറ്റ് വരും. അത് ഹീറ്റ് നമുക്ക് പുറത്തേക്ക് നമുക്ക് അങ്ങോട്ട് അബ്സോർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറെ പ്ലഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ അഡീഷണൽ എന്തെങ്കിലും ഇപ്പോൾ മിക്സി ചെയ്യാനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്ലഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് ബുക്കൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി പോർഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നമുക്ക് ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ സ്റ്റോറേജ് ക്രമീകരിച്ചിട്ടുള്ള പറയാം. ഇത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷനായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷറി ഫീൽ ആണ്. കാരണം ഇതിൽ നമുക്ക് റിക്ലൈനിങ് ഒരു സീറ്റ് ആണ് ഉള്ളത്. നമുക്ക് ഇതിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലുള്ള സീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഫുള്ളി ഇലക്ട്രിക്കൽ കൺട്രോൾ ആണ് പറയുന്നത്. ക്ലോസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്കൊരു ബെഡ് കാണാം, ഇവിടെ ഒരു ബെഡ് കാണാം. അപ്പൊ ഇവിടെ 2 പേർക്ക് സഞ്ചരിക്കാം. 2 പേർക്കല്ല, കുട്ടികളാണെങ്കിൽ നമുക്ക് അത്രയും പേർക്ക് കൂടുതലായി സഞ്ചരിക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ ഫ്രണ്ടിലെ ഒരു ബെഡ് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് തന്നെ ഇതൊരു ബെഡാക്കി യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം.
പിന്നെ ഞാൻ അടുത്ത കാര്യം കാണിച്ചാൽ ഇതിന്റെ ടോയ്ലറ്റ് കാണിക്കട്ടെ. അപ്പൊ ഇതാണ് ഇതിന്റെ ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് തോന്നൂല. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇതാണ് ഇതിന്റെ ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ബയോ ടോയ്ലറ്റ് ആണിത്. കാണിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു ബയോ ടോയ്ലറ്റ് ആണ്. ഞാൻ പറഞ്ഞു അതിന്റെ പുറത്തുള്ള സംഭവങ്ങൾ കാണിച്ചത്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്, ലൈറ്റ്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എയർ പാസേജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷവർ കാണാൻ പറ്റും. നമുക്ക് ഇത്രയും സ്പേസ് തന്നെ ഭയങ്കര ധാരാളം തന്നെയാണ് പറയാൻ കാണിച്ചത്. ഇതൊരു കാരവാന്റെ ഉള്ളിലാണ് നമുക്ക് ഇത്രയും സ്പേസ് വരുന്നത് നമുക്ക് ആലോചിക്കണം. അതേപോലെ ഒരു ബേസിൻ വന്നിട്ടുണ്ട്, വാഷ് ബേസിൻ വന്ന് കാണാൻ പറ്റും. ഇവിടെ നോക്കാം നമുക്ക് ലൈറ്റ്സ് ആണ്, എന്തൊക്കെ ലൈറ്റിങ്ങുകളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്വിച്ചസും കണ്ടാ ഈ ലൈറ്റിന്റെ സ്വിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് വന്നിട്ടുണ്ട്. നമുക്ക് എയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലഗ് പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ബെഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബെഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബെഡ് തന്നെ ഒരു വെറും ബെഡ് അല്ല, കാരണം വെച്ചാൽ ഇത് നമുക്ക് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാല് ഇതിനടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത് കണ്ടോ. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് വെയിറ്റ് ഉണ്ടാവും ഞാൻ പൊക്കി കാണിക്കാത്തത്. അപ്പോ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ക്യാമ്പർ വാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പക്ക സ്റ്റോറേജ് ആണ്. കാരണം ചിലപ്പോൾ മാസങ്ങളോളം പലരും ഇതിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ വേണമെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു പോർഷനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും സ്റ്റോറേജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടൊക്കെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സെൻട്രലൈസ്ഡ് AC വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ സ്പേസ് വരാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ലൈറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സസ്പെൻഷന്റെ കാര്യം എടുത്തു പറയുന്നതാണ്. ഞാൻ പറഞ്ഞു എന്താണ് ഇതൊരു എയർ സസ്പെൻഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈ ബാക്ക് പോർഷനിലുള്ള റിയറിലെ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്തിയാണെന്ന് പറയാം. ഇതിൽ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ഇതിന്റെ സസ്പെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇവിടെയാണ് നമുക്ക് ഇത് ജനറേറ്ററിന്റെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കീ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് ജനറേറ്റർ എക്സ്റ്റേണൽ ജനറേറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പ്ലഗ് പോയിന്റ് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്. എന്റെ ഫേസ് കാണുന്നുണ്ടാണ്. ഇവിടെ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഒരു 12 വാട്ടിന്റെ സോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പവർ ഔട്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് നമുക്ക് റിയർ AC വന്നിട്ടുള്ളത്. നല്ല സൗണ്ട് ഉണ്ടാവും, നമുക്ക് കേൾക്കുമെന്ന് അറിയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡില് ഈ ഒരു വിൻഡോ നോക്കുകയാണെങ്കിലും ഈ ഒരു വിൻഡോ നോക്കണം നമുക്ക് ഇതില് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ജസ്റ്റ് നമുക്ക് കണ്ട നമുക്ക് ഫുള്ളി ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സംഭവം എന്ന് വെച്ചാല് ഇത് മോസ്കിറ്റോ നെറ്റാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ട ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയും ക്യാമ്പ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇതേപോലെ തുറന്നിടാൻ പറ്റും. ഇന്റീരിയറിലിപ്പോ നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സ്വിച്ചസ് നമുക്ക് ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. എല്ലാറ്റിന്റെ സ്വിച്ചസ് നമുക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രകാലം നമുക്ക് 2013 മോഡല് മെർസിഡീസ് ബെൻസ് പൈലറ്റ് എക്സ്പ്ലോറേറ്റർ എന്ന് പറഞ്ഞ ഒരു കാരവാനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഓൺ ബിൽഡാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു കാരവാൻ വേറെ നമ്മളെ ഇന്ത്യയുടെ നിരത്തിൽ ഉണ്ടോന്നാണ് സംശയമാണെന്ന് പറയാം. അപ്പോൾ ഇതൊരു റയർ ആയിട്ടുള്ള ഒരു കളക്ടറും കൂടിയാണ്. അതേപോലെ കംഫർട്ട് അല്ലെങ്കിൽ ലക്ഷറി ആവശ്യപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്ക് സെയിലുള്ളതാണ്. ഡ്രൈവിംഗ് ഇന്ത്യയുമായി കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോകുന്നുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്ഥലം നമുക്ക് കിടില വണ്ടി കിടില വീട്ടിൽ വരാം. അതിലേക്കും ബൈ ബൈ.